കേൾക്കുന്നതല്ലേ. അവിശ്രീയും പ്രോമിലിഡിയോ ഒക്കെ, തുളസി, അതുപോലെ തന്നെ തമ്പുരു. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കുട്ടിയുടെ ചാനലിൽ ഇട്ടത്. ഞാൻ ഇന്നലെ തമ്പുരുവിന് ഒരു കുഞ്ഞ് തമ്പുരുവിൻ്റെ പേരൊക്കെ പറഞ്ഞ് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. തമ്പുരു അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയി വളരെ ഞാൻ പറഞ്ഞു, മോളെ ആ എഴുതി മോൾ ആ പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിലെല്ലാം ഒന്ന് കമൻറ്റ് എഴുതിയിടുന്നതിന് പകരം അത് മോളുടെ മധുരമായ ശബ്ദത്തിലൊന്നാക്കി ഇട്ടുകൂടെയെന്ന്. വളരെ സുന്ദരമായിട്ട് ആ കുട്ടി ആ കാര്യം അവിടെ അത് പറഞ്ഞു വെച്ചു. ചിലർക്ക് എഴുത്തിലൂടെ കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടം, ചിലർക്ക് പറച്ചിലൂടെ. അപ്പോൾ വളരെ മനോഹരമായ ശബ്ദമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അത് മോള് ആ പറച്ചിലൂടെ അവിടെ പറഞ്ഞിടാം. ഭയങ്കര ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയാണ്. നല്ല യുക്തിയും ബുദ്ധിയും നല്ല വിവരവും, മനസ്സിനെയൊക്കെ ഇത്രത്തോളം നിരീക്ഷിക്കുന്ന ഒരാൾ വേറെ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. ഞാനിത് പറഞ്ഞു വെക്കുമ്പോഴാണ് എല്ലാവർക്കും അതിനെപ്പറ്റി മനസ്സിലാവുന്നത്. അതുവരെ തമ്പുരുവിന് ഇത്രയും കഴിവുണ്ടെന്ന് ആർക്കും, ആ കുട്ടിയുടെ കഴിവിനെ പോലും ആരും ഒന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ കുട്ടിയുടെ കൂടെല്ലാം കൂട്ടുകാരുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, പരിചയക്കാരുണ്ടാകും, ഒക്കെ ആളുകളുണ്ടാകും. പക്ഷേ ആ കുട്ടിക്ക് നല്ലൊരു കഴിവുണ്ടെന്നോ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളാണെന്നോ അതിൻ്റെ സ്വരം നല്ലതാണോ അത് നല്ലൊരു വ്യക്തിയാണെന്നോ ഒന്നും ഇതുവരെ ആ കൂട്ടുകാരൊന്നും അതിനോട് പറഞ്ഞിട്ടില്ല, ആ മോളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറയുമ്പോൾ മാത്രമാണ് തമ്പുരുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ? ഞാനിവിടെ അവതരിപ്പിച്ച് വയ്ക്കുന്ന മനോഹരമായ ആ വർണ്ണനയിൽ കൂടിയാണ് നിങ്ങൾ വരെ തമ്പുരുവിൻ്റെ ആ വോയിസും കാര്യങ്ങളെല്ലാം കേൾക്കാൻ പോകുന്നത്.